ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ അക്കാദമി. മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമ്മളുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാമിങ് വന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കണം. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം. ഇപ്പോൾ സിലബസ് എല്ലാം എല്ലാവരും കവർ ചെയ്തു കഴിഞ്ഞോ? അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിച്ച് സിലബസ് ഒക്കെ കവർ ചെയ്യണം. നമ്മളുടെ ആപ്പിൽ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടിലെ കൊമേഴ്സ് ഏരിയയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ്. നിങ്ങൾ ആ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലേബർ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയയാണ്. ലേബർ കോസ്റ്റിംഗ് എന്താണ്? ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേബർ അറിയത്തില്ലേ? ഒരു ആക്ടിവിറ്റി ഫുൾഫിൽ ചെയ്ത് അതിലൂടെ ഏർണിങ്സ് ജനറേറ്റ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ലേബർ എന്ന് പറയുന്നത്. അപ്പം ലേബറുമായി ബന്ധപ്പെട്ട ലേബർ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കവർ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ലേബർ കോസ്റ്റിംഗ്. ലേബർ കോസ്റ്റിംഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ദ ലേബർ കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, classifying, analyzing the labor cost in the organization. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ലേബേഴ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോസ്റ്റുകളെ അനലൈസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യുകയാണ്? റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലേബർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലേബർ കോസ്റ്റ് ആർ ദ സിഗ്നിഫിക്കന്റ് കമ്പോണന്റ് ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്ലൂഡ് വേജസ്, സാലറീസ്, ബെനിഫിറ്റ്സ് ആൻഡ് അതർ അസോസിയേറ്റഡ് എക്സ്പെൻസസ്. നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ പ്രൊഡക്ട്സ് ആയി ആ ഒരു പ്രൊഡക്റ്റിനെ വിറ്റ് ക്യാഷ് നമ്മൾ മേടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ എക്സ്പെൻസുകളും കൺസിഡർ ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രത്തോളം എക്സ്പെൻസ് ആയോ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേബർ കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ബിക്കോസ് എന്താണ്? നമ്മളുടെ ലേബേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഈ ഡയറക്റ്റ് ലേബേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലേബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട്. അതിന് ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് വേജസ്, സാലറീസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? നമ്മൾ ആ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസുകളായിട്ടാണ് ഇതിനെല്ലാം കൺസിഡർ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്താൽ, വാല്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി എന്താണ്? ദ എഫക്റ്റീവ് ലേബർ കോസ്റ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ. എഫക്റ്റീവ് ആയിട്ടുള്ള ലേബർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. എന്തിന്? കോസ്റ്റ് കൺട്രോളിങ്ങിനും, ഓർത്ത് വെച്ചോണം, കോസ്റ്റ് കൺട്രോളിന്, പ്രൈസിങ്ങിന്, ബഡ്ജറ്റിന്, ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ലേബർ, എത്രത്തോളം ലേബർ കോസ്റ്റ് ഉണ്ടായി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം കമ്പോണൻസ് ഓഫ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റിന്റെ കമ്പോണൻസ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, സെക്കൻഡ് വൺ ആണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോബ് ഫുൾഫിൽ ചെയ്യുമ്പോൾ, ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം ഡയറക്ട്ലി എൻഗേജ് ചെയ്തിട്ടുള്ള ലേബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷൻ പറയുന്ന പേരാണ് ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാക്ടറിയിൽ എന്താണ്, നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് അതിൻ്റെ ആക്ടിവിറ്റികളെല്ലാം ഡയറക്ട്ലി അവർക്ക് ഒരു കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു കോസ്റ്റ് യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ആ സ്പെസിഫിക് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള ലേബേഴ്സിനെയാണ് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ലേബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ലേബേഴ്സ് ഉണ്ട്. അതായത് ഇവർക്ക് കറക്റ്റായിട്ട് അകത്ത് വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു ബിൽഡിങ്ങിന് സെക്യൂരിറ്റി കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ എന്താണ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾ, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ്,
സ്റ്റാഫ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഇവരുടെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടത്താനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്ട്ലി എൻഗേജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത്തരത്തിലുള്ള ലേബേഴ്സിനെയാണ് ഇൻഡയറക്ട് ലേബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഡയറക്ട് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോസ്റ്റ് ഓഫ് ലേബർ ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി അട്രിബ്യൂട്ടഡ് ടു എ സ്പെസിഫിക് പ്രൊഡക്ട്സ് ഓർ സർവീസ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റോ പ്രോസസ്സോ ഫുൾഫില്ല് ചെയ്യുമ്പോൾ ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ലേബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്ട് ലേബേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ദ വേജസ് പെയ്ഡ് ബൈ ദ വർക്കേഴ്സ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോസ്റ്റ് എന്താണ്? ഡയറക്ട് വേജസ് ആണ്. അതായത് ആ ഒരു പ്രൊഡക്റ്റും ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡയറക്ട്ലി എൻഗേജ് ചെയ്തേക്കുന്ന ലേബേഴ്സിന് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ് ഇവിടെ ഏതെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇൻഡയറക്ട് ലേബർ കോസ്റ്റ്. ഇൻഡയറക്ട് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഇൻഡയറക്ട് ലേബർ ആരാണ്? അവർക്കുണ്ടാകുന്ന കോസ്റ്റ്. ദ കോസ്റ്റ് ഓഫ് ദ ലേബർ ദാറ്റ് കനോട്ട് ബി ഡയറക്ട്ലി ആട്രിബ്യൂട്ടഡ് ടു എ സ്പെസിഫിക് പ്രൊഡക്ട്സ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു സർവീസസ് ഫുൾഫിൽ ചെയ്യുന്ന സമയത്തൊന്നും എന്ത് ചെയ്യുന്നില്ല? ഡയറക്ട്ലി എൻഗേജ് ചെയ്തിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ലേബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ലേബേഴ്സ് ആണ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് ലേബേഴ്സിന്. അവർക്കുണ്ടാകുന്ന കോസ്റ്റ് ആണ് ഇൻഡയറക്ട് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇൻക്ലൂഡ്സ് ദ വേജസ് ഫോർ, അതിനകത്ത് എന്തൊക്കെയാണ്? വേജസ് ഫോർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് സച്ച് ആസ് സൂപ്പർവൈസർ, മെയിൻ്റനൻസ് വർക്കേഴ്സ്, ക്ലറിക്കൽ സ്റ്റാഫ്, ഇവരുടെയൊക്കെ വേജസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇൻഡയറക്ട് ലേബർ കോസ്റ്റിൽ വരുന്ന. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്താണ് ഓവർ ടൈം പ്രീമിയം. എന്താണ് ഓവർ ടൈം പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമുക്ക് നോർമൽ വർക്കിംഗ് അവേഴ്സിനെക്കാളും കൂടുതലായിട്ട് ആൾക്കാർ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കിന് അവർക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള പേയ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. ദ അഡീഷണൽ വേജസ് പെയ്ഡ് ഫോർ വർക്കിംഗ് ബിയോണ്ട് ദ നോർമൽ അവേഴ്സ്. നോർമൽ അവേഴ്സിനെക്കാളും കൂടുതലായിട്ട് ആൾക്കാർ ഇരുന്ന് വർക്ക് ചെയ്ത് അതിന് അവർക്ക് കിട്ടുന്ന ആ ഒരു ഏർണിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. ഓവർ ടൈം ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ഇൻ ലേബർ കോസ്റ്റ്. അതായത് ഓവർ ടൈം എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓവർ ടൈം കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്ട് എന്തിൽ ഉണ്ടാക്കുന്നുണ്ട്? നമ്മളുടെ ലേബർ കോസ്റ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? കെയർഫുള്ളി മാനേജ് ചെയ്യണം. അല്ലെ എല്ലാവരും ഓവർ ടൈം ഇരുന്ന് വർക്ക് ചെയ്യാണ്, അങ്ങനെ അപ്പോൾ ഓവർ ടൈം പ്രീമിയം എല്ലാവർക്കും കൊടുക്കേണ്ടതായിട്ടൊക്കെ വരികയല്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കണം. ഇവർ ആ ഓവർ ടൈം ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കാണോ നടക്കുന്നത്, അതിനനുസരിച്ചുള്ള ഒരു എന്താണ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ? അല്ലെ ഇവർ ഓവർ ടൈം ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓവർ ടൈം പ്രീമിയം കൊടുക്കേണ്ടവരും ഇവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്തോണം? ഇത് കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യണം. ബിക്കോസ് ഇത് നമ്മുടെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് എന്ന് പറയുന്നത് ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. അടുത്തതാണ് ഫ്രഞ്ച് ബെനിഫിറ്റ്. ഫ്രഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നോൺ വേജ് കോമ്പൻസേഷൻ പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് കൊടുക്കുന്ന നോൺ വേജ് കോമ്പൻസേഷനുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആകുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ബോണസ് ആൻഡ് പെയ്ഡ് ലീവ്. ഇതൊക്കെയാണ് ഏതിനകത്ത് വരുന്ന? ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനകത്ത്. അപ്പോൾ ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫ്രഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും മോണിറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ സാലറി പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി മന്ത് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അകത്ത് വരത്തില്ല, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അകത്ത് വരത്തില്ല. അഡീഷണൽ ആയിട്ടുള്ള കോമ്പൻസേഷൻ ആണ് എന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് ലേബർ കോസ്റ്റിംഗ്. ലേബർ കോസ്റ്റിംഗിൻ്റെ മെത്തേഡുകൾ, പ്രധാനപ്പെട്ട മെത്തേഡുകളാണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ടൈം റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേജസ് ആർ പെയ്ഡ് ബേസ്ഡ് ഓൺ ദി ടൈം സ്പെൻഡ് ബൈ ദ വർക്കേഴ്സ്. വർക്കേഴ്സ് ഒരു ജോബ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവരിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർ എത്ര ടൈമാണോ ആ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫേമിൽ സ്പെൻഡ് ചെയ്തത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കുകയാണ്? റെമ്യൂണറേഷൻ കൊടുക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് ടൈം ബേസ്ഡ് സിസ്റ്റം. അവർ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്തു എന്നതിനെ ബേസ് ചെയ്ത്. ഈ ഓവർ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ടൈം ബേസ്ഡ് സിസ്റ്റം ആയി കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്നാ? ആൾക്കാർ എന്ത് ചെയ്യും? ടൈം കൂടുതൽ എടുക്കാനായിട്ട് നോക്കും. എന്തുകൊണ്ടാണ്? അതായത് ഒരു സാധനം ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കേണ്ട അല്ലെ 10 മിനിറ്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സാധനം അരമണിക്കൂറോ 3/4 മണിക്കൂറോ എടുത്ത് ഇവർ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ബിക്കോസ് ടൈം കൂടുന്ന അനുസരിച്ചാണ് ഇവർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നത്. അപ്പോൾ ആൾക്കാർ എന്താകാനുള്ള സാധ്യതയുണ്ട്? വളരെയധികം ലേസി ആകാനുള്ള, വളരെയധികം കാര്യക്ഷമമില്ലാതെ പ്രവർത്തിക്കാൻ. പക്ഷേ ഇങ്ങനെ ടൈം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്വാളിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ക്വാണ്ടിറ്റി കുറയുകയും ക്വാളിറ്റി കൂടാനായിട്ടുള്ള സാധ്യത ഏതിലുണ്ട്? ഈ ടൈം ബേസ്ഡ് സിസ്റ്റത്തിലുണ്ട്. അതായത് ആൾക്കാർ ടൈം എടുത്ത് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ക്വാളിറ്റി ഓഫ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടും, പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് ക്വാണ്ടിറ്റി അവർ എന്ത് ചെയ്യത്തുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ടൈം ബേസ്ഡ് സിസ്റ്റം ഓർത്ത് വെക്കുക. വേജസ് ആർ പെയ്ഡ് ബേസ്ഡ് ഓൺ ദി time spent by the workers
It is simple and easy to calculate, but may not encourage the higher productivity. പക്ഷേ ഇവിടെ എന്താണ്, ഹയർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഒന്നും ഇത് എന്ത് ചെയ്യുന്നില്ല, എൻകറേജ് ചെയ്യുന്നില്ല. മേ നോട്ട് എൻകറേജ് ഹയർ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അതായത് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, പക്ഷെ ക്വാളിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം വേജ് സിസ്റ്റത്തിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അവേഴ്സ് വർക്ക്ഡ്, എത്ര അവറാണോ അവർ വർക്ക് ചെയ്തത് അതേ ഇൻറ്റു റേറ്റ് പെർ അവർ ആണ്. എത്ര അവറാണോ ഒരു അവറിന്, അതായത് ഇപ്പോൾ 10 അവർ അയാൾ വർക്ക് ചെയ്തു, ഒരു അവറിന് 5 രൂപയാണ് എങ്കിൽ അയാൾക്ക് എത്ര കിട്ടും, 50 രൂപ കിട്ടും. 50 രൂപ കിട്ടും. ഓക്കെ ആണല്ലോ. ഇതാണ് ഏതെന്ന് പറയുന്നത്, ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് പീസ് വേജ് സിസ്റ്റം. പീസ് വേജ് സിസ്റ്റം വരുമ്പോഴത്തേക്കിന് വേജസ് ആർ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വർക്കേഴ്സ്. വർക്കേഴ്സ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് അവർ ആ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് സെൻട്രലൈസ് ദ ഹയർ ഔട്ട്പുട്ട് ബട്ട് മേ എന്താണ് കോംപ്രമൈസ് ദ ക്വാളിറ്റി. അപ്പോൾ ഒരുപാട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായിരിക്കും, അതായത് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടും, പക്ഷെ ക്വാളിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഏത് സിസ്റ്റത്തിലാണ്, പീസ് വേജ് സിസ്റ്റത്തിൽ. ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, അതായത് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു അതനുസരിച്ചല്ലേ അവർക്ക് റെമ്യൂണറേഷൻ. അവർ സ്പീഡ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ കൂടും, പക്ഷെ എന്ത് കുറയും, ക്വാളിറ്റി കുറയും. അപ്പോൾ ഈ പീസ് വേജ് സിസ്റ്റത്തിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, വേജസ് ഈസ് ഈക്വൽ ടു യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. ഒന്നുകൂടി ഓർത്ത് വെക്കുക, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ലേബർ കോസ്റ്റിംഗ് ആണ്. ലേബർ കോസ്റ്റിംഗിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 2 രീതിയിലാണ് ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടൈം വേജ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ പീസ് വേജ് സിസ്റ്റത്തിലും. ടൈം വേജ് സിസ്റ്റത്തിലാണെങ്കിൽ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വേജസ് എത്ര അവറാണോ അവർ വർക്ക് ചെയ്തത് അതേ ഇൻറ്റു ഒരു അവറിന് എത്രയാണോ റേറ്റ്. ഇനി പീസ് വേജ് സിസ്റ്റത്തിലാണ് എത്ര യൂണിറ്റ് ആണോ അവർ പ്രൊഡ്യൂസ് ചെയ്തത് അതേ ഇൻറ്റു ഒരു യൂണിറ്റിന്റെ പ്രൈസ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്തത് നമുക്ക് നോക്കാം, ഇൻസെന്റീവ് സ്കീംസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദീസ് ആർ ഡിസൈൻഡ് ടു റിവാർഡ് ഓഫ് ദി വർക്കേഴ്സ് എക്സീഡിങ് ദ പെർഫോമൻസ് ടാർഗറ്റ്. അതായത് ഇൻസെന്റീവ് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടാർഗറ്റിനെ എക്സീഡ് ചെയ്യുന്ന, അല്ലെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എംപ്ലോയീസിന് ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന രീതിയിൽ കൊടുക്കുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത്. ഇൻസെന്റീവ് സ്കീമുകൾ പ്രധാനമായിട്ടും 2 രീതിയിലാണുള്ളത്. ഹാൽസേ പ്രീമിയം പ്ലാനുമുണ്ട്, റോവൻസ് പ്ലാനുമുണ്ട്. ഹാൽസേ പ്രീമിയം പ്ലാൻസ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ ദ ടൈം ആൻഡ് പീസ് റേറ്റ് ബൈ പേയിങ് എ ബോണസ് ഫോർ കംപ്ലീറ്റിംഗ് വർക്ക് ഇൻ ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് ടൈം. അതായത് ഒരു സ്റ്റാൻഡേർഡ് ടൈം കൊടുത്തിരിക്കും, അതായത് 10 അവേഴ്സ് കൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറയുകയാണ്. അവർ 8 അവേഴ്സ് കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് അവർ സേവ് ചെയ്ത ടൈം ഉണ്ടല്ലോ 2 അവർ, അതിനൊരു അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കുകയാണ് ഏതിൽ ചെയ്യുന്നത്, ഹാൽസേ പ്രീമിയം പ്ലാനിൽ ചെയ്യുന്ന. ഹാൽസേ പ്രീമിയം പ്ലാനിൽ എന്താണ്, ടൈം ആൻഡ് പീസ് റേറ്റിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇനി റോവൻസ് പ്ലാൻ എന്ന് പറഞ്ഞാലും ഇതും എന്ത് സിമിലർ തന്നെയാണ്, ഈ ഹാൽസേ പ്രീമിയം പ്ലാന്റെ സെയിം തന്നെയാണ്. ദ ബോണസ് ആസ് ദ പെർസെൻറ്റേജ് ഓഫ് ടൈം സേവ്ഡ്. ടൈം സേവിനെ ബേസ് ചെയ്തൊരു പെർസെൻറ്റേജ് ആണ് ഇവർ കൊടുക്കുന്നത്. ടൈം സേവിനെ ബേസ് ചെയ്തൊരു പെർസെൻറ്റേജ് ആണ് ഏതിൻ്റെ അകത്ത് കൊടുക്കുന്നത്, റോവൻസ് പ്ലാനിൽ കൊടുക്കുന്നത്. ഇക്വേഷൻ വെച്ച് നമുക്ക് നോക്കാം. ആദ്യത്താണ് എന്താണ്, ഹാൽസേ പ്രീമിയം പ്ലാൻസ്, അല്ലെ ഹാൽസേ പ്രീമിയം പ്ലാൻസ് ഒക്കെ പറയാറുണ്ട്. ഹാൽസേ പ്രീമിയം പ്ലാൻസ് പ്രൊവൈഡ്സ് ദ വർക്കർ വിത്ത് എ ബോണസ് കംപ്ലീറ്റിംഗ് ദ ടാസ്ക് ഇൻ ലെസ് ടൈം ദെൻ അതായത് സ്റ്റാൻഡേർഡ് ടൈമിനെക്കാളും കുറച്ച് ടൈം എടുത്തുകൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവനൊരു അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കൊടുക്കുന്ന പ്ലാനാണ് ഏതെന്ന് പറയുന്നത്, ഹാൽസേ പ്രീമിയം പ്ലാൻ എന്ന് പറയുന്ന. അണ്ടർ ദിസ് പ്ലാൻ ദ വർക്കേഴ്സ് ആർ പെയ്ഡ് സ്റ്റാൻഡേർഡ് അവേർലി വേജസ് ഫോർ ദ ടൈം വർക്ക്ഡ്. അവർ എത്ര അവറാണോ വർക്ക് ചെയ്തത് ആ ചെയ്ത വർക്കിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എത്രയാണോ പറഞ്ഞിരിക്കുന്ന ആ ഒരു റേറ്റ് കൊടുക്കും. ആൻഡ് അഡീഷണൽ ആയിട്ടൊരു പ്രീമിയം ഫോർ ദ ടൈം സേവ്ഡ്. ടൈം സേവ് ചെയ്തതിന് ഒരു പ്രീമിയം കൂടി കൊടുക്കും, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു എമൗണ്ടും കൂടി കൊടുക്കും. ഇവിടെ ഓർത്ത് വെക്കുക, കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്, സ്റ്റാൻഡേർഡ് ടൈം റെപ്രസെന്റ് ചെയ്യുന്ന എസ് എന്ന് പറയുന്ന ലെറ്റർ ആണ്. ദ ടൈം ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 10 അവേഴ്സ് ആണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ടൈം. ഞാൻ ജസ്റ്റ് ഇട്ടേക്കുന്നതാണ് 10 അവേഴ്സ്, നമുക്കൊരു കണക്ക് കാണിക്കാൻ വേണ്ടി 10 അവേഴ്സ് ആണ്. ഇനി ഇവിടെ നോക്കുക, ആക്ച്വൽ ടൈം, ദ ടൈം ടേക്കൺ ഫോർ ദ വർക്കേഴ്സ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വർക്കർ എടുത്ത ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്, ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് 6 അവേഴ്സ് ആണ് വർക്കർ എടുത്തതെന്ന് വിചാരിക്കുക.
ഇനി അടുത്താണ് സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ്. സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റാൻഡേർഡ് വേജ് റേറ്റ് പെർ അവറിന് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്ന വേജ് റേറ്റ് ആണ്, അത് 10 എന്ന് കൊടുക്കുക. ഇനി പ്രീമിയം റേറ്റ് എന്ന് പറഞ്ഞാൽ എ പെർസെൻറ്റേജ്, പ്രധാനമായിട്ടും 50% ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തോണം, ഇത്രയാണ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുക. ഇല്ലെങ്കിൽ 50% ഓഫ് ദി എന്താണ് റേറ്റ് ഓഫ് ദി ഗിവൺ ദ ബോണസ്, അതായത് ഇതിൻ്റെ 50%, അതായത് 5 വരുന്നത്. അല്ലെങ്കിൽ എന്താണ് നോർമലി പറഞ്ഞില്ല എങ്കിൽ 5 എടുക്കുക. പ്രത്യേകമായിട്ട് പറയുകയാണ് എന്നാണ് 7 എന്നോ 8 എന്നോ ഒക്കെ പറയുകയാണെങ്കിൽ അത് എടുത്തോണം. ഇനി കൂടുതൽ പറഞ്ഞാലും അത് എടുത്തോണം. അപ്പോൾ ഇവിടെ നോർമലി ഒന്നും പറഞ്ഞില്ലെങ്കിൽ 50% ഓർത്ത് വെച്ചാണ്. അപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ഇവിടെ നോക്കുക എങ്ങനെയാണ് നോർമൽ അവേഴ്സ് 6 അവേഴ്സ് അല്ലേ വർക്ക് ചെയ്തത്. 6 അവേഴ്സിന് എത്ര രൂപ വീതം കിട്ടും? 10 രൂപ വീതം കിട്ടും. 60 രൂപയും കിട്ടി. സേവ് ചെയ്ത് 4 അവേഴ്സിന് എത്ര രൂപ വീതം? 5 രൂപ വീതം. 4 20 രൂപ, മൊത്തം 80 രൂപ അദ്ദേഹത്തിന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം അദ്ദേഹം 10 അവറും എടുത്താണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 10 അവർ എടുത്താണ് വർക്ക് ചെയ്യുന്നത്. 10 × 10 എത്ര രൂപ കിട്ടിയേനെ? 100 രൂപ കിട്ടിയേനെ. പക്ഷേ അദ്ദേഹം എന്താണ് 4 അവർ സേവ് ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഫ്രീ ടൈം അല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഫ്രീ ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ടാണ്. എന്നാലും ആ ഒരു അവറിന് അദ്ദേഹത്തിന് എന്തുണ്ട്, ഒരു പ്രീമിയം എമൗണ്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഹാസ്ലെ പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കിയേ. ദ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് പ്ലസ് ടൈം സേവ്ഡ് ഇൻറ്റു പ്രീമിയം റേറ്റ് ഇൻറ്റു അവേർലി റേറ്റ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നോക്കിയേ, ഇതില്ല കേട്ടോ. ഇവിടെ നോക്കിയേ, സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ എത്രയാണ്? 10 അവേഴ്സ്. ആക്ച്വൽ ടൈം ടേക്കൺ എത്രയാണ്? 8 അവേഴ്സ്. സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 20 അവേഴ്സ്. ഇനി എന്താ നോക്കിയേ, എന്താണ് 50% ആണ് പ്രീമിയം കൊടുത്തേക്കുന്നത്. സ്റ്റാൻഡേർഡ് ടൈം ഫോർ ടാസ്ക്, ഒരു ടാസ്കിന് കൊടുത്തേക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം 10 അവേഴ്സ് ആണ്. ആക്ച്വൽ ടൈം എത്ര എടുത്തു? 8 അവേഴ്സ് എടുത്തു. അപ്പോൾ ടൈം സേവ്ഡ് എത്രയാണ്? 2. ഇനി നോക്കിയേ, എന്താണ് സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് എത്രയാണ്? 20. ഓക്കെ ആണല്ലോ. പ്രീമിയം എമൗണ്ട് എന്ന് പറയുമ്പോൾ 20ന്റെ 50% 10. നമുക്ക് നേരെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, നോക്കിയേ എത്രയാണ്? ടൈം സേവ് ചെയ്തേക്കുന്നത് എത്രയാണ്? 2 അവേഴ്സ്. അപ്പോൾ ടൈം സേവ്ഡ് 2 അവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 അവേഴ്സ് ഇൻറ്റു 50% ഓഫ് 20, അതായത് 2 ഇൻറ്റു 50% ഓഫ് 20, 2 × 10 എത്രയെന്ന് കിട്ടി? 20 എന്ന് കിട്ടി. അതാണ് ഈ കാണിച്ചേക്കുന്ന 20. ഓക്കെ ആണല്ലോ. ഇനി ടോട്ടൽ പേ കിട്ടാനായിട്ട് 8 അവേഴ്സ് അല്ലേ വർക്ക് ചെയ്തത്. 8 അവേഴ്സ് ഇൻറ്റു 20 അല്ലേ, 160 പ്ലസ് എത്രയൊന്നും കൂടി കിട്ടി? ഇപ്പോൾ അഡീഷണൽ ആയിട്ട് കിട്ടിയേക്കുന്ന 20യും കൂടി വന്ന് 180. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ MCQs വർക്കൗട്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ്, ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ എൻകറേജ് ദ വർക്കേഴ്സ് ടു വർക്ക് മോർ എഫക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വർക്കേഴ്സിനെ എൻകറേജ് ചെയ്യും. പ്രൊവൈഡ് എ ഫിനാൻഷ്യൽ റിവാർഡ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. ഫിനാൻഷ്യൽ റിവാർഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്? മേ ലീഡ്സ് ടു ഡിസ്കസ്ഡ് ദ ക്വാളിറ്റി ഓഫ് ദി വർക്കേഴ്സ് ഫോക്കസിങ് ഓൺ ദി സ്പീഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരിവിടെ എന്താണ് ഒരു ക്വാളിറ്റിയിൽ അവിടെ പോരായ്മ വരുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻ ബി പെർസീവ്ഡ് ആസ് എ അൺഫെയർ ഓഫ് ദി സ്റ്റാൻഡേർഡ് ടൈം ഈസ് നോട്ട് റിയലിസ്റ്റിക്. അൺഫെയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റാൻഡേർഡ് ടൈം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ വെക്കും ഈ ഒരു കേസിൽ. ഇനി അടുത്തത് നോക്കിയേ, റോവൻസ് പ്ലാൻ. എന്താണ് റോവൻസ് പ്ലാൻ നോക്കാം. ദ റോവൻസ് പ്ലാൻ ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് എ ഫെയർ ഇൻസെന്റീവ് ബൈ റിവാർഡിംഗ് ദ വർക്കേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ എഫിഷ്യൻസി. വർക്കേഴ്സിന്റെ അവരുടെ എഫിഷ്യൻസിയെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഫെയർ ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഒരു റിവാർഡ് കൊടുക്കണം എന്നുള്ള രീതിക്ക് വന്ന ഒന്നാണ് എന്ന് പറയുന്നത് റോവൻസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ബോണസ് ഫോർ ദ ടൈം സേവ്ഡിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ബോണസ് കൊടുക്കുന്നുണ്ട്. ബട്ട് അൺലൈക്ക് ദ ഹേസ്ലി പ്ലാൻ പോലെ തന്നെ ഒരു ബോണസ് കൊടുക്കുന്നുണ്ട്. It does not penalize the workers do not to achieve the standard time. സ്റ്റാൻഡേർഡ് ടൈം അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഒന്നും അപേക്ഷയല്ല. ഇവിടെ അവരെ എന്താണ് അവരുടെ എഫിഷ്യൻസി എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്താണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്? വേജസ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ്
സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് എസ് ആണ്. സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ പറഞ്ഞു ദ സെറ്റ് ദ ടൈം ടു കംപ്ലീറ്റ് എ ടാസ്ക്. ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രയാണോ ആ വർക്ക് ചെയ്യാനായിട്ട് എടുത്ത സമയം അതിനെയാണ് ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റേറ്റ് ആ ഒരു വേജസ് ആയിട്ട് പെർ അവറിന് കൊടുക്കുന്ന റേറ്റ്. ബോണസ് റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് റേറ്റ് ആൻഡ് ആക്ച്വൽ റേറ്റ് ബേസ്ഡ് ഓൺ ദി ടൈം സേവ്ഡ്. അപ്പോൾ ഓർത്ത് വെക്കുക ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും തമ്മിൽ ആക്ച്വൽ റേറ്റ് ബേസ്ഡ് ഓൺ ദി ടൈം സേവ്ഡിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ച്വൽ റേറ്റും സ്റ്റാൻഡേർഡ് റേറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ബോണസ് റേറ്റ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ഇക്വേഷൻസും കൂടി ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോണം. ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് അവർ എത്ര അവറാണോ വർക്ക് ചെയ്ത് അതേ ഇൻറ്റു സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് കിട്ടും. പ്ലസ് എന്തുകൂടി കിട്ടും, സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് ആക്ച്വൽ ടൈം കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ടൈം സേവ്ഡ് കിട്ടും. ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് തന്നേക്കുന്നത്, 10 അവേഴ്സ് ആണ് തന്നേക്കുന്നത്. ആക്ച്വൽ എടുത്തേക്കുന്ന ആ ടൈം 8 അവേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് അവേർലി റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ ടൈം സേവ്ഡ് എത്രയാണ്, 2. ഇക്വേഷനിലോട്ട് കൊടുക്കാം. ഇക്വേഷനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയല്ലേ എന്ന് നോക്കിയാൽ എത്രയാണ്, 10ന്ന് 8 കുറച്ചു അല്ലേ, 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 20. അപ്പോൾ നമുക്ക് എത്ര അവേഴ്സ് കിട്ടി, 40 അവേഴ്സ് അല്ലേ, കിട്ടിയില്ലേ? മക്കളെ മനസ്സിലാവുന്നുണ്ടോ? അതായത് എത്രയാണ്, 10 മൈനസ് 8, അതായത് നമുക്ക് 2 കിട്ടി. 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അവേഴ്സ് എന്ന് കിട്ടിയില്ലേ. 2 ഇൻറ്റു 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഈസ് ഈക്വൽ ടു 40. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? അതായത് നോക്കിയാൽ എത്രയാണ് ടൈം സേവ്ഡ് ചെയ്തേക്കുന്നത്. ഈ വിത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്, ആക്ച്വൽ അവർ വർക്ക് ചെയ്തേക്കുന്നത് എത്ര അവറാണ് വർക്ക് ചെയ്തേക്കുന്നത്. ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് 8 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്, 20 പ്ലസ് ആക്ച്വൽ ടൈം ടേക്കൺ. ആക്ച്വൽ ടൈമും എന്താണ് സ്റ്റാൻഡേർഡ് ടൈമും ആക്ച്വൽ ടൈമും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 2/2 ഇൻറ്റു 20 അല്ലേ, 20. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എത്ര വരും, ഇട്ടിട്ട് വരും 160 പ്ലസ് എത്രയാണ് നമുക്ക് വരുന്നത്, 2 ഇത് വരുമ്പോഴത്തേക്ക് 1 ഇൻറ്റു 20. അപ്പം 160 6 × 8 180 എന്ന് വരും കേട്ടോ. 180 എന്നാണ് വരുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ 180 എന്നാണ് വരുന്നത് കേട്ടോ. 2 ഇൻറ്റു 2 അല്ല വരുന്നത്, 1 ആണ് വരുന്നത്. 1 ഇൻറ്റു 20. അപ്പോൾ നമുക്ക് എത്രയെന്ന് വരും, 20 എന്ന് വരും കേട്ടോ. 20 എന്ന് വരും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എത്രയാണ്, 120 പ്ലസ് 160 എന്ന് ആൻസർ കിട്ടും. 160 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അടുത്ത ഒരു സ്ലൈഡിനകത്ത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് തന്നിട്ടുണ്ട്. റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദി വർക്ക് സാക്രിഫൈസിങ് ദ ക്വാളിറ്റി ആൻഡ് സ്പീഡ്. അതായത് ഇവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും വർക്കേഴ്സിന്റെ ആ ഒരു റിസ്കുകൾ. അതായത് ഇവർ ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്യുമോ സ്പീഡ് സാക്രിഫൈസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എൻഷുർ ദ വർക്കേഴ്സ് ആർ റിവാർഡഡ് ഫോർ പാർഷ്യൽ അച്ചീവ്മെന്റിന് പോലും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിവാർഡ് കിട്ടുന്നുണ്ട് ഈ ഒരു കേസിൽ. ഇനി ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ ക്യാൻ റിസൾട്ട് ഇത് ഹയർ ലേബർ കോസ്റ്റ് കൂടാനായിട്ട്. മറ്റ് മെത്തേഡുകൾ നോക്കുമ്പോൾ ലേബർ കോസ്റ്റ് കൂടാനായിട്ട് സാധ്യതയുള്ള ഒരു മെത്തേഡാണ് റോവൻസ് പ്ലാൻ. അതുപോലെ മേ നോട്ട് പ്രൊവൈഡ് ദ സ്ട്രോങ് ഇൻസെൻറ്റീവ്സ് ഫോർ ദ വർക്കേഴ്സ് എക്സീഡിങ് സ്റ്റാൻഡേർഡ് എക്സീഡ് ചെയ്യുന്ന വർക്കേഴ്സിനൊന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് ഒന്നും ഈ ഒരു മെത്തേഡിലൂടെ കിട്ടുന്നില്ല. ഇനി അടുത്തതാണ് ലേബർ ടേൺ ഓവർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. നമ്മൾ ഇതിൻ്റെ ഒരുപാട് കണക്കുകളൊക്കെ ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരുപാട് കണക്കുകൾ നമ്മൾ ആപ്പിൽ അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ടേൺ ഓവർ റെഫേഴ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് ദ എംപ്ലോയീസ് ഹാവ് ടു ജോയിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് വരികയും പോവുകയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്, എംപ്ലോയീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യുക, വരിക പോവുക. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് എംപ്ലോയീസ് നിൽക്കുന്നത് അവിടുത്തെ ലേബർ കോസ്റ്റ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് അവരെ സെലക്ട് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നല്ലൊരു കോസ്റ്റ് ആവും. അവരെ ആ സ്ഥാനത്തിരുത്തി കുറച്ച് നാൾ കഴിയുമ്പോൾ അവരങ്ങ് മാറിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അവിടെ ലേബർ ടേൺ ഓവർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലേബർ ടേൺ ഓവർ റെഫേഴ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് ദ
എംപ്ലോയീസ് ലീവ് ആൻഡ് ജോയിൻ ഓർഗനൈസേഷൻ. എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പോവുകയും എംപ്ലോയീസ് ഓർഗനൈസേഷനിലേക്ക് വരികയും ചെയ്യുന്ന, അതിന് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ചേഞ്ചസ് സംഭവിക്കുന്നതിനെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഹൈ ലേബർ ടേൺ ഓവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ലേബർ ടേൺ ഓവർ ക്യാൻ ടു ഇൻക്രീസ് ദ ലേബർ കോസ്റ്റ്. ഹൈ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് ലേബർ കോസ്റ്റിനെ ഇൻക്രീസ് ചെയ്യും. അതായത് റിക്രൂട്ട്മെന്റിലെ ട്രെയിനിങ്ങിലൂടെയൊക്കെ എന്താണ് ലേബർ കോസ്റ്റ് വളരെയധികം കൂട്ടും. അതുപോലെ തന്നെ ഈ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസ് ട്രെയിൻഡ് ആയി വന്നാലേ ഉള്ളൂ അവർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലേബർ ടേൺ ഓവർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് കുറയും? പ്രൊഡക്ടിവിറ്റി കുറയും. ഇനി ഓർത്ത് വെക്കുക, കോസസ് ഓഫ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, കോസസ്. വോളണ്ടറി ആയിട്ടുള്ള റീസൺസ് ഉണ്ട്, പേഴ്സണൽ റീസൺസ്, ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ കിട്ടിക്കൊണ്ട് ലേബർ ടേൺ ഓവർ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഇൻവോളണ്ടറി ആയിട്ടുള്ളതുണ്ട്, അതായത് ലേ ഓഫ്, ടെർമിനേഷൻ ഡ്യൂ ടു ദ പുവർ പെർഫോമൻസ്, അതായത് നല്ല പെർഫോമൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മാൻ പ്രാക്ടീസ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെയുള്ള ലേബർ ടേൺ ഓവർ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അവോയ്ഡബിൾ ആയിട്ടുള്ള, അതായത് വർക്കിംഗ് കണ്ടീഷൻ ബെറ്റർ ആക്കാത്തത് കൊണ്ട്, ഫെയർ ആയിട്ടുള്ള സാലറി ഇല്ലാത്തതുകൊണ്ട്, കരിയർ ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടൊക്കെ ആളുകൾ മാറാറുണ്ട്. ഇതെന്ന് പറയുന്നത് അവോയ്ഡബിൾ ആയിട്ടുള്ള നേച്ചറാണ്. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുവർ വർക്കിംഗ് കണ്ടീഷൻ, ലാക്ക് ഓഫ് കരിയർ ഗ്രോത്ത്, അതായത് ബെറ്റർ ആയിട്ടുള്ള സാലറി, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, പക്ഷേ കമ്പനി എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, അത് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ലേബർ ടേൺ ഓവർ ഉണ്ടാകും. ഇനി എന്താണ് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള, അതായത് റിട്ടയർമെന്റ്, ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലി ഒബ്ലിഗേഷൻസ്, അങ്ങനെയുള്ള എന്താണ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഫാമിലിയുടെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ്, അത് ഹെൽത്ത് ഇഷ്യൂസ്, ഡെത്ത്, ഇതുകൊണ്ടൊക്കെ ആൾക്കാർ മാറുകയല്ലേ. അത് എന്താണ് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള നേച്ചറാണ്. അപ്പോൾ ഈ കോസസ് ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഇനി അടുത്തതാണ് മെഷേഴ്സ് ഓഫ് ദി ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവറിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതാണ്. ആദ്യം സെപ്പറേഷൻ മെത്തേഡ്, സെപ്പറേറ്റ് ചെയ്യുന്ന ആളുകളെ നോക്കിക്കൊണ്ട്, അതായത് ലേബർ ടേൺ ഓവർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് സെപ്പറേഷൻ, എത്ര ആളുകൾ സെപ്പറേറ്റ് ചെയ്ത് പോയി, ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് എംപ്ലോയീസ് അറ്റ് ദ എൻഡ് ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എംപ്ലോയീസ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് എംപ്ലോയീസ് അറ്റ് ദ എൻഡ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, നമ്പർ ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു 100 ആണ് എന്ന് പറയുന്നത് ലേബർ ടേൺ ഓവർ ഏത് മെത്തേഡിൽ? സെപ്പറേഷൻ മെത്തേഡ്. ഈ ഇക്വേഷൻ തന്നെ ചോദിക്കും കേട്ടോ, ഇക്വേഷൻ മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്താണ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. റീപ്ലേസ്മെന്റ് മെത്തേഡിൽ വരുമ്പോഴത്തേക്കിന് ലേബർ ടേൺ ഓവർ കാണുന്നത് എത്ര എംപ്ലോയീസ് ആണ് റീപ്ലേസ് ചെയ്തത്. അതായത് കുറച്ച് പേരെ പറഞ്ഞു വിട്ടു, ചിലപ്പോൾ 20 പേരെ പറഞ്ഞു വിട്ട് ആ സ്ഥാനത്തേക്ക് ചിലപ്പോൾ നമ്മൾ 5 പേരെ എടുത്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നോക്കുന്നത്. നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ്, എത്രയാണോ റീപ്ലേസ് ചെയ്തത് ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു 100. റീപ്ലേസ് ചെയ്ത നമ്പേഴ്സ് ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു 100. അടുത്ത ഫിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതായത് ഈ രണ്ട് മെത്തേഡുകളുടെ, സെപ്പറേഷൻ മെത്തേഡിൻ്റെയും റീപ്ലേസ്മെന്റ് മെത്തേഡിൻ്റെയും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? നമ്പർ ഓഫ് സെപ്പറേഷൻ പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു 100. ഓർത്ത് വെക്കുക, നമ്പർ ഓഫ് സെപ്പറേഷൻ പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻറ്റു 100 ആണ് എന്ന് പറയുന്നത് ഫിക്സ് മെത്തേഡിൽ വരുന്നത്. ഈ രണ്ട് മെത്തേഡിൻ്റെ കോമ്പിനേഷൻ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ കോസ്റ്റിംഗ്. ലേബർ കോസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയാൻ, ലേബർ കോസ്റ്റിംഗ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്. മോണിറ്റർ ദ ലേബർ കോസ്റ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ഇൻഎഫിഷ്യന്റ് ഏരിയാസ് വെയർ ദ കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഏത് ഏരിയയിലാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യേണ്ടത്, ഏത് ഏരിയയാണ് ഇൻഎഫിഷ്യന്റ്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്, ലേബർ കോസ്റ്റിലൂടെ സാധിക്കുന്നുണ്ട്. അങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രൈസിങ് ഡിസിഷൻ. നമുക്കറിയാം ലേബർ കോസ്റ്റ് കറക്റ്റായിട്ടൊക്കെ മനസ്സിലാക്കി, അതായത് നമുക്കൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ അതിന് എത്രത്തോളം ലേബർ കോസ്റ്റ് ആയി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ പ്രൈസ് ഡിറ്റർമിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ലേബർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നോക്കി, ആക്യുറേറ്റ് ലേബർ കോസ്റ്റിംഗ് ഈസ് എ ക്രൂഷ്യൽ ഫോർ സെറ്റിംഗ് ദ പ്രൈസ് ടു കവർ ദ കോസ്റ്റ് ആൻഡ് ജനറേറ്റ് പ്രോഫിറ്റ്. അതായത് കോസ്റ്റ് കവർ ചെയ്ത് ഒരു പ്രോഫിറ്റ്, നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിന് 120 രൂപ കോസ്റ്റ് ആയി എന്ന് വിചാരിക്കുക. അത് 150 രൂപയ്ക്കോ 140 രൂപയ്ക്കോ 130 രൂപയ്ക്കോ വിറ്റാലേ എന്ത് കിട്ടത്തുള്ളൂ? പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 120 രൂപയാണോ ഇതിൻ്റെ കോസ്റ്റ് എന്ന് അറിയണമെങ്കിൽ നമുക്കതിൻ്റെ ആ പ്രൊഡക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്ത് എന്തും ഇൻക്ലൂഡഡ് ആകുന്നതാണ്, ലേബർ കോസ്റ്റ് ഇൻക്ലൂഡഡ് ആകുന്നത്. അതുകൊണ്ട് ലേബർ കോസ്റ്റ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ. ഇനി അടുത്ത ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരവ് ചെലവുകൾ എത്രത്തോളം ഉണ്ട്, ഫ്യൂച്ചറിലെ വരവ് എത്രത്തോളമായിരിക്കും, ചെലവ് എത്രത്തോളമാണ്, എങ്ങനെ വേണം എന്നൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ദ ലേബർ കോസ്റ്റ് ആർ ദ മേജർ കമ്പോണന്റ് ഓഫ് ദി ബഡ്ജറ്റ്. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ദം ടു ഹെൽപ്പ് ദ ആക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ് എങ്കിൽ എന്ത് നമ്മൾ ചെയ്തിരിക്കണം? ലേബർ കോസ്റ്റിംഗ് ചെയ്തിരിക്കണം. അപ്പോൾ ക്ലിയർ ആയ മക്കളെ?
ക്ലിയർ ആയോ? അടുത്തപോലെ എന്താണ് പെർഫോമൻസ് മെഷർമെന്റ്. ദ ലേബർ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി മെഷേർഡ്. ലേബറുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ മെഷർ ചെയ്യാനായിട്ട്, ലേബേഴ്സിന് ലീഡ് ചെയ്യാനായിട്ട്, മാനേജിങ് ഡിസിഷൻ എടുക്കാനായിട്ടൊക്കെ എന്ത് അനിവാര്യമാണ്? നമ്മളുടെ ഈ ലേബർ കോസ്റ്റിംഗ് അനിവാര്യമാണ്. അതുപോലെ മോട്ടിവേഷനും ഇൻസെന്റീവ്സും ഒക്കെ കൊടുക്കാനായിട്ട് ദ പ്രോപ്പർ ലേബർ കോസ്റ്റിംഗ് എൻഷുർ ദാറ്റ് ദ വർക്കേഴ്സ് ആർ ഫെയർലി കോമ്പൻസേറ്റഡ് ആൻഡ് ബൂസ്റ്റ് മോറൽ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ഈ ലേബർ കോസ്റ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് എഫിഷ്യന്റ് വർക്കർ, ആരാണ് ഇൻഎഫിഷ്യന്റ് വർക്കർ. എഫിഷ്യന്റ് വർക്കേഴ്സ് റിവാർഡ്സും ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സിന് പണിഷ്മെന്റ്സും ഒക്കെ കൊടുത്ത് ആ നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ലേബർ കോസ്റ്റിംഗ് നടത്തുന്നതിലൂടെ സാധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, അസേർഷൻ റീസൺ ടൈപ്പ് ഈ രീതിയിലൊക്കെയാണ് വരുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെച്ചോണം. അസേർഷൻ നോക്കിയേ, ലേബർ ടേൺ ഓവർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് ഇൻ ലേബർ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ഇമ്പാക്ട് ദ കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ്. ഇനി അതിന്റെ റീസൺ ആയിട്ട് പറയാം, ഹൈ ലേബർ ടേൺ ഓവർ ഇൻഡിക്കേറ്റ് stable workforce to reduce the need for the continuous training and recruitment. High labor turnover എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടെന്നാണോ? വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു? ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു, അതിലൂടെ ലേബർ കോസ്റ്റ് കൂടും എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരുന്നത് മക്കളെ? ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. ലേബർ ടേൺ ഓവർ എന്താണ് ഇൻഡീഡ് ഇമ്പാക്ട് ഓഫ് ദി റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് കോസ്റ്റിലൂടെയൊക്കെയാണ് ഒരുപാട് ലേബർ കോസ്റ്റ് ഇൻക്ലൂഡ് ആകും. ലേബർ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റിനും ട്രെയിനിങ്ങിനും ഒക്കെ ആയിട്ട് ഒരുപാട് എന്താണ് നമുക്ക് പണം ചെലവാകും, കോസ്റ്റ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേക്ക് ഇറ്റ്സ് എ കീ മെട്രിക്സ് ഇൻ ദി ലേബർ കോസ്റ്റിംഗ്. ഹൗവർ ദ ഹൈ ലേബർ ടേൺ ഓവർ ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് ആൻ അൺസ്റ്റേബിൾ വർക്ക് ഫോഴ്സ്. ഹൈ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടെന്നാണ്. വിച്ച് ഇൻക്രീസസ് ദ നീഡ് ഫോർ ട്രെയിനിങ്. ഇത് എന്തിന് കാരണമാക്കും? ഒരുപാട് എന്താണ് ട്രെയിനിങ്ങിനും ഡെവലപ്മെന്റിനും ഒക്കെ കാരണമാക്കും. അതിലൂടെ ലേബർ കോസ്റ്റ് കൂട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസ് ഓൾവൈസ് വേരിയബിൾ ഇൻ ദ നേച്ചർ ബിക്കോസ് ഇറ്റ് fluctuate with the level of production. ഓർത്ത് വെച്ചേ, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസ് ഓൾവൈസ് വേരിയബിൾ in nature because it fluctuate with the level of production. Okay, അടുത്ത നോക്കി, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഫിക്സഡ് ആൻഡ് ഡസ് നോട്ട് വേരി വിത്ത് ദ പ്രൊഡക്ഷൻ ലെവൽ. അതായത് പ്രൊഡക്ഷൻ ലെവലുമായിട്ട് നേരിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള ലേബേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ റെമ്യൂണറേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്? ആ ഒരു എന്താണ് ലേബർ, ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയാണോ തെറ്റാണോ? രണ്ട് എന്താണ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ് അല്ലേ? അതായത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഇന്റൻഡഡ് ടു വേരി ബിക്കോസ് ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ക്യാൻ ബി ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അത് വേരിയബിൾ മാത്രമല്ല ഫിക്സഡുമാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് കേട്ടോ. അടുത്ത നോക്കി, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ time rate system of labor costing is simple to administrate and ensure that the employees receives a consistent wages. And reason okay, the time wage system encourages the high productivity by linking the wages directly to the output of workers. നോക്കി, ഇത് നോക്കിയേ, എന്താണ് അസേർഷൻ ആയിട്ട് വന്നിരിക്കുന്നത്? ടൈം ബേസ് സിസ്റ്റം. നമുക്കറിയാം ടൈം ബേസ് സിസ്റ്റം എന്താണ്? ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് വേജസ് കൊടുക്കുന്ന സിസ്റ്റമാണ്. ആ ടൈം ബേസ് സിസ്റ്റത്തിൽ ലേബർ കോസ്റ്റിംഗ് വരുന്നത് ഈ സിമ്പിൾ ടു അഡ്മിനിസ്ട്രേറ്റഡ് ആൻഡ് എൻഷുർ ദാറ്റ് ദ എംപ്ലോയീസ് റിസീവ് എന്താണ് കൺസിസ്റ്റന്റ്, എംപ്ലോയീസിന് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേജസ് കിട്ടാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ടൈം ബേസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞേക്കാണ് ടൈം ബേസ് സിസ്റ്റം എൻകറേജ് ചെയ്യുന്നുണ്ട് ഹയർ പ്രൊഡക്ടിവിറ്റി എൻകറേജ് ചെയ്യുന്ന ഒന്നാണ് ടൈം ബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വേജസ് ഡയറക്ട്ലി ടു ദ ഔട്ട്പുട്ട് ഓഫ് വർക്കേഴ്സിന്റെ ഔട്ട്പുട്ടുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ടൈം ബേസ് സിസ്റ്റം. ആണോ? ഔട്ട്പുട്ടുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ? റീസൺ തെറ്റല്ലേ? റീസൺ തെറ്റാണ് അല്ലേ? അസേർഷൻ ട്രൂ ആണ്, റീസൺ തെറ്റാണ് അല്ലെ? ഓപ്ഷൻ സി ആണ് വരുന്നത്. ദ ടൈം വേജ് സിസ്റ്റം ഈസ് ഇന്റൻഡഡ് ടു സിമ്പിൾ ആൻഡ് എൻഷുർ ദ കൺസിസ്റ്റന്റ് വേജസ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് എൻകറേജ് ദ ഹയർ പ്രൊഡക്ടിവിറ്റി. ദ വേജസ് ആർ ബേസ്ഡ് ഓൺ ദി ടൈം വർക്ക്ഡ് റാദർ ദാൻ ഔട്ട്പുട്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൽ കാണാം. താങ്ക്